പാരാമീറ്റേഴ്സിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. എക്സാമ്പിൾ 9.15 in the textbook. Okay, here we need to remember one thing. The expression for transmission parameters V1 is equal to A V2 minus B I2. Similarly, I1 is equal to C V2 minus D I2. Therefore, we need to simplify the mesh equations or KVL equation into this form: V1 in terms of V2 and I2, and second equation I1 in terms of V2 and I2. Then only we can directly write the transmission line equation. Here in this problem, you can see that I1 is the mesh current in first mesh and I2 is the second mesh current. Now we have to assume third mesh I3. Okay, the current in mesh 3 is I3. Now mesh 1 equation. Write the mesh 1 equation. First mesh 1. Mesh 1 equation. We can see that I1 is entering to the minus of V1 in mesh 1. Therefore V1. Okay. Then through 1 ohm resistor I1 is only flowing. 1 I1. And through 2 ohm resistor I1 and I3 are flowing, but I1 in this direction, I3 just opposite. Then I1 minus I3 equal to 0. Then rearrange V1 minus 3I1 plus 2I3 equal to 0, or V1 is equal to 3I1 minus 2I3. Okay. This is equation number 1. Assume. Now we have V1 in terms of I1 and I3, but we need to get V1 in terms of V2 and I2. Therefore we keep it here and write the second mesh equation. Okay. Mesh 2 ലോട്ട് പോകാം നമുക്ക്. Mesh 2 നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അവിടെ I2 എന്ന് പറയുന്ന കറണ്ട് ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. I2 ഈസ് എൻറ്ററിങ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് V2. അപ്പോൾ V2 ദെൻ ഓൺലി 2 ഓം കൂടെ I3 ഈ ഒരു ഡയറക്ഷനിൽ വരുന്നുണ്ട്, സെയിം ഡയറക്ഷനിൽ തന്നെ I2 പോകുന്നുണ്ട്. അപ്പോൾ മൈനസ് 2 ഇൻറ്റു I2 പ്ലസ് I3 ഈക്വൽ ടു 0, ഓർ V2 ഈസ് ഈക്വൽ ടു 2 I2 പ്ലസ് 2I3. Okay, then this is equation number 2. This one is equation number 2. Okay, now we have V2 in terms of I2 and I3. അതും നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ വേണ്ട. Now we have to look mesh 3. Mesh 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കറണ്ട് വരുന്നുണ്ട്. മെഷ് 3യിലെ കറണ്ട് I3 ഉണ്ട്. ദെൻ ഈ സൈഡിലുള്ള 2 ഓം കൂടെ പോകുന്നത് I1 ഉണ്ട്. ഈ ഓം കൂടെ മെഷ് 2 ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള 2 ഓം കൂടെ I2 എന്നുള്ള ഒരു കറണ്ടും പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് റൈറ്റ് ദർ ആർ നോ വോൾട്ടേജ് സോഴ്സസ്. ജസ്റ്റ് റൈറ്റ്. അപ്പോൾ മൈനസ് 1 ഓം കൂടെ, അപ്പോൾ 1 I3 മൈനസ് 2 ഇൻറ്റു I1 ആൻഡ് I3 ഓപ്പോസിറ്റ്, അപ്പോൾ I3 മൈനസ് I1. Again minus 2 into I2, I3 same direction ആണ്, equal to 0. എത്ര I3 ഉണ്ട് നോക്കാം. മൈനസ് 1 മൈനസ് 2 മൈനസ് 5. അപ്പോൾ മൈനസ് 5 I3. ദെൻ പ്ലസ് 2 I1 മൈനസ് 2 I2 equal to 0, or 5 I3 equal to 2 I1 minus 2 I2. Or simply I3 is equal to 2 by 5 I1 minus 2 by 5 I2. This is equation 3. We put it as equation 3. Okay. Now I3, we have I3 in terms of I1 and I2. I3 in terms of I1 and I2. Now put the equation 3 in equation 1. Equation 3 is substituted in equation 1. Now V1 is equal to 3I1 minus 2 into 2 by 5 I1. ശരിയല്ലേ?
മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 2 ഇൻറ്റു 2/5 I1. അപ്പോൾ നമുക്ക് 4/5 I2. അപ്പോൾ 3I1 മൈനസ് 4/5 I1. അപ്പോൾ 315. അപ്പോൾ V1 ഇസ് ഈക്വൽ ടു 11/5 I1. ഓക്കെ, പ്ലസ് 4/5 I2. നൗ നമുക്ക് ഇപ്പോഴും ആയിട്ടില്ല. I1 ആൻഡ് I2 ടേംസിലാണ് V1 കിടക്കുന്നത്. അഗൈൻ V1 ഷുഡ് കം ഇൻ ടേംസ് ഓഫ് V1, V2 ആൻഡ് I2ലേക്ക് വരണം. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് അവിടെ വെച്ചു. ഓക്കെ, നെക്സ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 3. I3യുടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനെ വീണ്ടും 2-ൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V2ൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ 3 ഇൻ 2, ഇക്വേഷൻ നമ്പർ 2-ൽ കൊടുന്ന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ V2 ഇസ് ഈക്വൽ ടു 2 ടൈംസ് I2 പ്ലസ് 2 ടൈംസ് I3. I3 ഈസ് 2/5 I1 മൈനസ് 2/5 I2. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുക. 2I2 പ്ലസ് 4/5 I1 മൈനസ് 4/5 I2. ഓർ V2 ഇസ് ഈക്വൽ ടു I1 4/5 I1. 2I2 മൈനസ് 4, അപ്പോൾ 10 മൈനസ് 4 6. അപ്പോൾ നമുക്ക് എത്ര വരും? 6/5 I2. Now we have V2 in terms of what we have I1 and I2. ഇതൊന്ന് നമുക്ക് I1 4/5 I1 is equal to V2 minus 6/5 I2. ശരിയല്ലേ? ഇക്വേഷൻ ഓർ I1 is equal to 5/4 V2 minus 5/4 into 6/5. 5/4 into 6/5 വരുമ്പോൾ 5 ക്യാൻസൽ ആയി പോവും. 6/4 വരും. 6/4 എന്ന് പറഞ്ഞാൽ 3/2 I2. നിങ്ങൾക്കത് എഴുതി നോക്കിയാൽ കിട്ടും. ഓക്കെ, ദിസ് ഈസ് I1. I1 is equal to 5/4 V2 minus 3/2 I2. Now we have I1 in terms of V2 and I2. നമ്മുടെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ. I1 in terms of എന്താണ്? CV2 മൈനസ് DI2. ഓക്കെ, അപ്പോൾ കമ്പയറിങ് ദീസ് ടു ഇക്വേഷൻ we will get what we call, this is equation number 5. This is equation number 5. Equation number 5-നെ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ we will get C and D. Now substitute equation number 5, okay, in equation number 4. Substitute equation number 5 in equation number 4. അതിലെ I1-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5/4 V2 മൈനസ് 3/2 I2 എന്ന്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 ഇവിടെ എഴുതാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 4 V1 is equal to 11/5 I1 പ്ലസ് 4/5 I2. ഇതാണ് ഇക്വേഷൻ നമ്പർ 4 ഉണ്ടായിരുന്നത്. അതിനകത്ത് ഇക്വേഷൻ നമ്പർ 5 is equal to I1 is equal to 5/4 V2 മൈനസ് 3/2 I2. ഇതാണ് ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ നൗ സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4. ഇക്വേഷൻ നമ്പർ 5 in ഇക്വേഷൻ നമ്പർ 4. V1 is equal to 11/5 into 5/4 V2 minus 3/2 I2 plus 4/5 I2. ഓക്കെ, അപ്പോൾ 5 ക്യാൻസൽ. 11/4 V2 മൈനസ് 11 into 3 33/10 I2. 33/10 I2
plus 4 by 5 I2 equal to V1. 11 by 4 V2 minus 33. അപ്പോൾ ഇതിനെ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ മൈനസ് 33 by 10 I2 പ്ലസ് 8 by 10 I2 മൈനക്ക് 33 അപ്പോൾ 11 by 4 V2 minus 25 by 10 I2 equal to V1. ഈ 25 by 10 നമുക്ക് 5 by 2 എന്ന് എഴുതാം. അപ്പോൾ V1 is equal to 11 by 4 V2 minus 5 by 2 I2. This is equation number 6. കമ്പയർ ചെയ്ത് നോക്കാം. V1 is equal to A V2 minus B I2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതേമാതിരി I1 is E V2 minus D I2. ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനും സിക്സ്ത്തും കമ്പയറിങ് ഇത് സിക്സ്ത് ഇക്വേഷൻ we will get A is equal to 11 by 4 and B is equal to 5 by 2. ഓക്കെ, സിമിലർലി നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ, ഫോർത്ത് അല്ല ഫിഫ്ത്ത് ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതും I1 is equal to C V2 minus D I2 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും C is equal to 5 by 4 and D is equal to 3 by 2. Therefore, A, B, C, D parameters equal to A is 11 by 4, B is 5 by 2, C is 5 by 4, D is 3 by 2. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് റെസിപ്രോക്കൽ ആണോ സിമ്മട്രി, എ ഇസ് ഈക്വൽ ടു ഡി ആണോ നോക്കാം. എ നോട്ട് ഈക്വൽ ടു ഡി, ദെർഫോർ നോട്ട് സിമ്മട്രിക്. എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി 1 ആണോ നോക്കാം. എ ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ 33/8 ആയിരിക്കും വരെ. 11 by 4 ഇൻറ്റു 3 by 8, അപ്പോൾ 11, ദെൻ 5 ഇൻറ്റു 5 25/8 നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ റെസിപ്രോക്കലും അല്ല ഈ പ്രോബ്ലം. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, therefore we can say that the given network is not symmetric and it is also not reciprocal, neither symmetric nor reciprocal എന്ന് പറയും. Then you need to do the question 9.14. It is comparatively simple as homework. 9.14 as homework. And we will do one more question, that is 9.17. 9.17 we will do it now. Okay, next we will look to the example 9.17. Here there are three meshes. Additional to three meshes problem we have discussed earlier. Here we can see one of dependent voltage source of 1.5 V1, that the voltage source is dependent. So there may be some changes in the problem. We need to find the transmission parameters. As we discussed earlier, first we need to write the KVL equation for mesh 1. You can see the mesh 1 here, mesh 1 here. This is the mesh 1. I1 is the mesh current. So we need to write the mesh equation. Now we can say that mesh 1 V1 is positive, then minus 10 I1 minus 25 into I1, and in this direction I3 just opposite, therefore I1 minus I3 equal to 0. Rearranging this we get V1 is equal to 10 plus 25 35 I1. Okay, then minus ഇവിടെ പ്ലസ് ആവും, ഇക്വേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും, minus 25 I3. V1 is equal to 35 I1 minus 25 I3. So now we have V1 in terms of I1 and I3.
Okay, what we need to get is V1 in terms of V2 and I2 for transmission parameters. So let's term it as equation number 1, equation number 1. So similarly for mesh, second mesh we can see only mesh current is I2 and V2 minus 20 into I1 and I2 and I3 are both in same direction. Okay, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ V2 is equal to 20 I2 plus 20 I3. Let's time it as equation number 2. Okay, here equation number 2 and 1. We have V1, but what we want is V1 and I1 in terms of V2 and I2. എന്നാൽ മാത്രമേ നമുക്ക് ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് എഴുതാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് write the mesh equation for our third mesh. There are resistance 25 ohm and current flowing through 25 ohm resistor is, അപ്പോൾ വോൾട്ടേജ് നമ്മൾ എഴുതാം -25 ഇൻറ്റു അവിടുത്തെ കറണ്ട് I3. I1 ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ദെൻ I3യുടെ ഡയറക്ഷൻ നോക്കുക, നമുക്കിവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്, അതിലേറ്റിൻ്റെ നെഗറ്റീവിലോട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ പ്ലസ് ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ 1.5 V1. Again a resistance, അപ്പോൾ -20 ഇൻറ്റു I2 ആൻഡ് I3 രണ്ടും സെയിം കറണ്ട്, അപ്പോൾ I3 പ്ലസ് I2 ഈക്വൽ ടു 0. അതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ I3ൻ്റെ ടേംസ് ഒക്കെ നോക്കി, I3 എവിടെയൊക്കെ വരുന്നത് നോക്കി, അതിനൊക്കെ 25 ഉണ്ട്, അഗെയിൻ ഒരു 20 ഉണ്ട്, അപ്പോൾ -45 I3 ആണെന്നാണ് വരിക. ഓക്കെ, -45 I3 റീഅറേഞ്ച് ചെയ്യുക, ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക, -25 I1, സോ -1.5 V1. Okay, V1 we have from equation number 1, V1 is equal to 35 I1 minus 25 I3. Substitute for V1 substitute V1 ന് ഇവിടെ ഈ ഇക്വേഷൻ്റെ വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 35 I1 minus 25 I3 കിട്ടും. 1.5 into 35, അപ്പോൾ 52.5. Then again 1.5 into 25, 37.5 I3. This one all comes here. Then rearrange, we get I3 in terms of I1 and I2. I3 will get I3 in terms of I1 and I2. Now we have to find I3. So divided each this term coefficients with 82.5 will get I3. Okay, I3. Now I3, we have I3. Okay, then substitute this expression I3 in equation 1. Equation 1 I3ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഹിയർ V1 is equal to എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ 1 ഉണ്ട്. V1 is equal to 35 I1 minus 25 I3. ദെൻ ഇക്വേഷൻ നമ്പർ 1 ഈ I3ക്ക് ഇപ്പോൾ കിട്ടിയ ദിസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് we will have V1 is equal to 11.5 I1 plus 6 I2. Again V1 not in terms of V2 and I2. I2 is here but V2 is not available. So what we need to do is substitute the expression for I3യുടെ എക്സ്പ്രഷൻ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 2 നമുക്കിവിടെ ഓർമ്മയുണ്ട്, V2 is equal to 20 I2 plus 20 I3. I3ക്ക് നേരത്തെ കിട്ടിയ അതേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, എക്സ്പാൻഡ് ചെയ്യുക. നൗ വി ഹാവ് V1 in terms of I1 and I2. Okay, V2 in terms of I1 and I2. Then ഈ കിട്ടിയ V2 നേരത്തെ കിട്ടിയ V1ൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, V1ൻ്റെ ഇതിൽ നിന്ന് നമുക്ക് I2നെ എലിമിനേറ്റ് ചെയ്യണം. we can eliminate I1 is equal to നമുക്ക് എഴുതാൻ പറ്റും I1 is equal to അല്ലെങ്കിൽ 18.8 I1 is equal to V2 minus 15.2 I2. ഓക്കെ, അതിന് നേരെ I1 കണ്ടുപിടിക്കുക. ആ കിട്ടിയ I1 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ V1ൻ്റെ എക്സ്പ്രഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Here we have I1
നേരത്തെ ഇക്വേഷൻ കിട്ടി. അതിനെ V1ൻ്റെ എക്സ്പ്രഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ V1 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടി. നേരത്തെ നമുക്ക് I1ൻ്റെ എക്സ്പ്രഷൻ കിട്ടി. I1 ഇൻ ടേംസ് ഓഫ് V2 ആൻഡ് I2 ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് I1 in terms of this one term is C and this term is D, and ഇവിടെ this term is A and this one is P. Okay, നമുക്ക് എല്ലാ ABCD parameters കിട്ടി. Do it yourself, you will get. In case of any doubt, please let me know. Okay, thank you.